Third question. Calculate the area of the square and the length of its sides in each of the pictures below. താഴെ തന്നിരിക്കുന്ന ഓരോ ഫിഗേഴ്സിൻ്റെയും ലെങ്ത് ഓഫ് സൈഡ് സ്ക്വയറിൻ്റെ സൈഡും ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചർ നോക്കാം. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ട്രയാങ്കിളും വിത്ത് സ്ക്വയറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ട്രയാങ്കിൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഏതാണ്? എ ബി സി ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ ഹൈപ്പോട്ടനസ് ആണ് നമുക്കിവിടെ തരാത്തത്. അപ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ ഫോർമുല എന്താണ്? പൈതഗോറസ് തിയറം, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി, എ സി ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ പ്ലസ് 1 മീറ്റർ സ്ക്വയർ ഈക്വൽ ടു നമുക്കിവിടെ എത്ര കിട്ടും? √2. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ എ സി ഡി. ഇതിൽ നമുക്ക് ഏതാണ്? എ ഡി ആണ് ആവശ്യം. എ ഡി ഈക്വൽ ടു എന്ത് വരും? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 + 1 ഈക്വൽ ടു √3. ഇവിടെ നമുക്ക് √3 കിട്ടും. അപ്പോൾ ഇതിലത്തെ എന്താണ്? എ ഡി ഈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ അല്ലേ. എ ഡി തന്നെയാണ് സ്ക്വയറിൻ്റെ സൈഡായിട്ട് വരുന്നത്. √3 ആണ് എ ഡി. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു √3, ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈക്വൽ ടു √3 × √3 ഈക്വൽ ടു 3 മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഫിഗർ സെയിം മോഡൽ തന്നെയാണ്. ഇതിലും എങ്ങനെയാണ്? ട്രയാങ്കിൾ ബേസിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ when we are taking ABC, ഫസ്റ്റ് ട്രയാങ്കിൾ എ സി ആണ് നമുക്ക് ആവശ്യം. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് എ സി ഈക്വൽ ടു എന്ത് വരും? √AB² പ്ലസ് BC². അപ്പോൾ എ സി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. അപ്പോൾ √1² പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2 മീറ്റർ. എ സി 2 കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഏതാണ്? എ ഡി. എ ഡി ഈക്വൽ ടു എന്ത് വരും? √AC² പ്ലസ് CD². അപ്പോൾ എ ഡി ഈക്വൽ ടു എന്ത് വരും? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 തന്നെ. 2 + 1 ഈക്വൽ ടു √3 മീറ്റർ. നെക്സ്റ്റ് ഏതാ വരിക? അപ്പോൾ ഇവിടെ √3 കിട്ടി. നെക്സ്റ്റ് എ ഇ കിട്ടണം. എ ഇ ഈക്വൽ ടു എന്ത് വരും? √AD² പ്ലസ് DE². അപ്പോൾ എന്ത് വരും? √3² പ്ലസ് 1 സ്ക്വയർ. √3² എന്ന് പറയുമ്പോൾ 3, 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 അല്ലേ. അപ്പോൾ √3 + 1 ഈക്വൽ ടു √4 ഈക്വൽ ടു 2 മീറ്റർ. ഇനി ഇതിലത്തെ ഇവിടെ 2 കിട്ടി. 2 എ ഇ തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? എ ഇ ഇസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 2 മീറ്റർ കിട്ടി. അപ്പോൾ ഏരിയ ഈക്വൽ ടു എന്ത് ചെയ്യണം? 2 സ്ക്വയർ അല്ലേ. 2 × 2 ഈക്വൽ ടു 4 മീറ്റർ. നെക്സ്റ്റ് ഫിഗർ സെയിം മോഡൽ തന്നെയാണ്. ട്രയാങ്കിൾ എ ബി സി എടുക്കുക. അതിൽ എ സി ഈക്വൽ ടു ഏത് വരും? AB² പ്ലസ് BC². അപ്പോൾ √1² പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2 ഇവിടെ കിട്ടും. നെക്സ്റ്റ് എ ഡി ഈക്വൽ ടു √AC² പ്ലസ് CD². അപ്പോൾ എന്ത് വരും? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 2 + 1 ഈക്വൽ ടു √3 ഇവിടെ കിട്ടും. നെക്സ്റ്റ് എ ഇ ഈക്വൽ ടു എന്ത് വരും? AD² പ്ലസ് DE². അപ്പോൾ എന്താ വരിക? √3² പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 3 + 1 ഈക്വൽ ടു √4. √4 എത്രയാണ്? 2 ആണ്. 2 മീറ്റർ. ഇനി നെക്സ്റ്റും ഇതേപോലെ തന്നെ ഇവിടെ 2 കിട്ടി. നെക്സ്റ്റ് എ എഫ് കിട്ടുമ്പോഴും ഇതേപോലെ തന്നെ എന്താണ്? √2² പ്ലസ് 1 സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4 + 1 ഈക്വൽ ടു √5. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ നമുക്ക് √5 കിട്ടി അല്ലേ. √5 എന്നത് എന്താണ്? എ എഫ് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡാണ്. അപ്പോൾ എ എഫ് ഇസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? സൈഡ് ഓഫ് ദ സ്ക്വയർ കിട്ടുന്നത് √5 ആണ്. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുമ്പോൾ √5 × √5 ഈക്വൽ ടു 5 മീറ്റർ സ്ക്വയർ. Fourth question, find 3 fractions greater than √2 and less than √3. എന്താണ്? √2-നേക്കാളും വലുതും √3-യേക്കാളും ചെറുതും അല്ലേ. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള 3 ഫ്രാക്ഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ √2-ൻ്റെയും √3-യുടെയും ഡെസിമൽ നമ്പേഴ്സ് അല്ലേ, ഡെസിമൽ വാല്യൂസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. √2-ൻ്റെ ഡെസിമൽ വാല്യൂ ആയിട്ട് വരുന്നത് ഏതാണ്? 1.41421 അങ്ങനെ പോവും. √3-യുടെ 1.6
73205 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്താണ് 1.4ൻ്റെയും 1.73ൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഡെസിമൽസ് ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ വരിക 1.4ൻ്റെ 1.7 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരിക 1.5 വരും, 1.6 വരും, 1.7 വരും അല്ലേ. അവിടെ 1.73 ആണ്, അപ്പോൾ 1.7 വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏത് 1.414ൻ്റെയും 1.732ൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് 1.5നെ ഫ്രാക്ഷനിലാക്കാൻ അറിയാം അല്ലേ. 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1.5 ഈക്വൽ ടു 15/10 ആണ്. ഇനി 15/10 വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം. അപ്പോൾ എത്ര കിട്ടുക 3/2. നെക്സ്റ്റ് 1.6ൻ്റെ ഫ്രാക്ഷൻ എത്ര വരിക 16/10. ഇതിനെ നമ്മൾ ഒന്നുകൂടി ഷോർട്ടാക്കുമ്പോൾ എന്തായിട്ട് വരും 8/5. നെക്സ്റ്റ് 1.7ൻ്റെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര വരും 17/10. ഇതിനെ നമുക്കിനി ചെറുതാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഇൻ ബിറ്റ്വീൻ √2ൻ്റെയും √3യുടെയും നടുക്കിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് 3/2, 8/5, 17/10. ഓക്കെ.